ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര വേറെ എവിടേക്കല്ല, നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ പൊന്മുടിയിലേക്കാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും പൊന്മുടി പോകുന്നത്. നമ്മൾ 2 വട്ടം പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ 3ാമത്തെ വട്ടമാണ്. നമ്മൾ ലാസ്റ്റ് പോയത് കുട്ടൂഷന് 1 വയസ്സിന് താഴെ എന്തായിരിക്കുമ്പോഴാട്ടോ നമ്മൾ ആദ്യം പോയത്. 1 വയസ്സ് കഴിഞ്ഞ് അതിന് 1 വയസ്സ് മുമ്പാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അന്ന് അവനത് അറിയാനുള്ള പ്രായമൊന്നും ആയിരുന്നില്ല. ഇപ്പം അവന് ഏകദേശമൊക്കെ അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് പോവുകയാണ്. നോക്കുമ്പോൾ കാലാവസ്ഥയൊക്കെ കൊള്ളാം, നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2 ദിവസം മഴയാണെങ്കിൽ ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളിങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. ബൈക്കിലാണ് നമ്മൾ പോകുന്ന വഴി ഭയങ്കര ഫുൾ ഒന്നും കൊള്ളത്തില്ല, റോഡൊക്കെ മോശമായിട്ടേ ഇരിക്കണ്ടായിരുന്നത്. ഫുൾ പണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ മറികടന്ന് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നല്ല ടിക്കറ്റ് എടുത്തിട്ട് മോളിക്ക് പൊക്കോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെയാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ഇതിൽ 22 ഹെയർ പിന്നുകളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കയറണം. ഓരോന്നോരോന്ന് കയറുമ്പോഴും അതിൻ്റെ ഭംഗി കൂടി വരും. ലാസ്റ്റ് എൻഡിലാണ് ഇതിൻ്റെ റിയൽ ബ്യൂട്ടി എന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുതായി മഴയൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങാനും ഇഷ്ടം പോലെ കോട ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ പൊന്മുടി പോയാൽ തന്നെ അതിൻ്റെ ഇത് അറിയുള്ളൂ. നമ്മൾ എന്തിനാണ് ഈ മൂന്നാർ ഊട്ടിയൊക്കെ പോകുന്നത്? ഇതിനേക്കാൾ വലിയ ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നോക്കുമ്പോൾ മേഘം ഇങ്ങനെ കറുത്തൊക്കെ ഇരിക്കുന്നുണ്ട്, മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ടെന്ന് തന്നെ മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വിചാരിച്ചു 2 മറ്റേ കോട്ടുണ്ടല്ലോ, റെയിൻ കോട്ട് കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുട്ടൂസിനെ ചോദിച്ചപ്പോൾ അവന് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവന് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ളത് വാങ്ങിച്ചിട്ടാ. ഇതിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 8 മണി തൊട്ടിട്ട് വൈകുന്നേരം 4 മണി വരെ ഉള്ളൂ. അപ്പോൾ 4 മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരും കടത്തി വിടില്ല. ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും മുകളിൽ കയറാം. 4 മണിക്കുള്ളിൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കയറാനൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മളിന്ന് വേഗം തന്നെ ഇറങ്ങിയിരുന്നു. 2 മണിക്ക് ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3:30 ആയിരുന്ന സമയത്തായിട്ട് നമ്മളവിടെ എത്തിയത്. 4 മണിക്ക് ഒരു 3:30 ആകുമ്പോൾ എത്തി. 4 മണിക്കുള്ളിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി. അവിടെ ഫുൾ തേയിലത്തോട്ടാണ് കേട്ടോ. ഫുൾ തേയിലയായിരുന്നു ഭാഗമൊക്കെ. ആകാശത്തൊക്കെ നല്ല കോട, അവിടെ ആ ഭാഗത്തൊക്കെ കോട ഇരിക്കുന്നത് കാണാം. നമ്മളിങ്ങനെ ഓരോ ഹെയർ പിന്നിൽ കയറും തോറും ഈ കോടയൊക്കെ നമ്മുടെ അടുത്ത് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് കോട ഉണ്ടാവും, ചില സ്ഥലത്ത് നല്ല വെയിലായിരിക്കും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. നമ്മൾ ഏത് വണ്ടിയിൽ പോവുകയാണെങ്കിലും ബൈക്കിൽ പോകുന്നതിനൊരു സുഖം അത് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സോളോ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ പ്രത്യേക ഒരു ഫീലായിരിക്കും. ഇത് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പോൾ ഒരു ബൈക്കിൽ പോകുമ്പോൾ അതിൻ്റേതായ ഒരു ഫീലുണ്ട് നമുക്ക്. ഈ കാറിലിരിക്കണേക്കാളൊരു ഫീലാണ് ബൈക്കിലൊക്കെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരുന്ന് പോവാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം ബൈക്കിൽ പോകാനാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴ്വാരൊക്കെ കാണാമല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടോയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ് നേരിട്ട് കാണാനായിട്ട്. ഈ ജംഗ്ഷന് അവിടെ എത്തിയിട്ട് നമ്മൾ ചായയും ഇതൊക്കെ കുടിച്ചു. അപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു മഴയും, നല്ല മഴയായിരുന്നു. അങ്ങനെ അട്ടകടിക്കലും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അട്ടകടിക്കലും പിന്നെ നമ്മൾ കോട്ടുകൾ വാങ്ങിക്കാനും പോകലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മുടെ മഴ കണ്ട നല്ല മഴയും കോടയൊക്കെ ആയിരുന്നു. ഇതുപോലത്തെ ക്ലൈമറ്റിൽ പോയാലാണ് അവിടുത്തെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചുറ്റും വരുന്ന വണ്ടികളൊന്നും നമുക്ക് അടുത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ, അത്രയും കോടയായിരുന്നു. ഈ കോട കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുകളിലെത്തിയപ്പോൾ വെയിലായി. ഇതെന്ത് ഇങ്ങനെ? താഴെ ഭയങ്കര കോടയും മഴയായിരുന്നു, മുകളിലെത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മുകളിൽ പോയപ്പോൾ പിന്നെയും കോട തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു ഓരോ ഹെയർ പിന്നിലും കഴിയുമ്പോഴേ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഇനി എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ഹെയർ പിന്നും കൂടിയേ ഉള്ളൂ. ഈ സൈഡിലായിട്ടൊക്കെ ഈ ഫോട്ടോ എടുക്കാനും ഈ കൈവരി ഉണ്ടല്ലോ, ഇതുമൊക്കെ കയറി നിന്നിട്ട് ഭയങ്കര ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ മൈക്ക് വെച്ചിട്ട് ഇരിക്കുന്നത് കാണാം കേട്ടോ.
ഇനി പണി കിട്ടണ്ടെന്ന് വിചാരിച്ച് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. ഈ യാത്രക്കിടയിൽ അവൻ ഉറങ്ങുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അവൻ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ചില പിള്ളേരൊക്കെ വണ്ടി കയറി കാറ്റ് കൊണ്ട് കിട്ടിയ ഉടനെ തന്നെ കിടന്ന് ഉറങ്ങും. പക്ഷെ ഇവ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ലപോലെ ആസ്വദിച്ചിരുന്ന് കണ്ടുപോയിക്കോളും. അങ്ങനെയായിരുന്നു. തിരിച്ച് വരുമ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കി, ഈ സ്ഥലമൊക്കെ ഭയങ്കര എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. മേഘമൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നി കേട്ടോ. അപ്പം അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെയായിട്ട് നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫൈനലി മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് KSRTC സർവീസൊക്കെ ഉണ്ട്. അതൊരു ടൈമിങ്ങിന് മാത്രമേ ഉള്ളൂ കേട്ടോ KSRTC ഒക്കെ ഉള്ളത്. ലാസ്റ്റ് ഇവിടെ നിന്നുള്ള KSRTC എന്ന് പറയുന്നത് 5:30 6 മണി സമയത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്ലോസ് അല്ല, പിന്നെ വണ്ടി കയറ്റൊന്നുമില്ല. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നല്ല കോടയും മഴയും കാറ്റും, ഭയങ്കര കാറ്റായിരുന്നു. എന്തൊരു കാറ്റെന്നറിയോ, ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ ചെറുക്കനാണെങ്കിൽ വിട്ടുകൊടുത്താൽ മതി, അപ്പോൾ ഓടി എവിടേക്കെങ്കിലുമൊക്കെ പൊക്കോളും. ഇവൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല, കണ്ട ഇതാ പോയി. അപ്പം അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഇത് നമ്മൾ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അവൻ ഈ ഒരു ബോധമുള്ള സമയത്ത് പോണത് ഇപ്പോഴാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അവന് ഒത്തിരി ഇഷ്ടമായി. നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നല്ല മഴയും കാറ്റും വന്നിട്ട് നമ്മൾ ഉപ്പാട് വന്നിരുന്നു. അങ്ങനെ മഴയൊക്കെ പോയി ഒന്ന് തോർന്ന സമയമാണ്. അവന് ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വന്നു പിന്നെ കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 6 മണി ആവാറായിട്ടുണ്ട്, 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ഇറങ്ങാം. ഇവിടെ ഇത്തിരി വെയിലുണ്ടെങ്കിലും താഴെ ഇറങ്ങുമ്പോഴത്തോറും ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ അയ്യാനൊരു ഉറക്കമായി. അവന് ഫുഡിന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെ ഇന്ന് ഉറങ്ങിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ നമ്മളങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് പിന്നെയും ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കുറേ മരങ്ങളാണ് കേട്ടോ.
അപ്പോൾ ആ കുരങ്ങന്മാരുടെയൊക്കെ നോക്കിയിരിക്കാതെ നോക്കുമ്പോൾ അയാനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഉറങ്ങിയില്ല. അപ്പം പിന്നെ നിർത്തിയൊന്നുമില്ല, നമ്മൾ പിന്നെ പോയി വണ്ടി എടുത്തിട്ട്. അപ്പം അത്രയുള്ള വീഡിയോ. അപ്പം ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ പോണ വഴിയിൽ ഒരു 2 വീലേഴ്സ് മാത്രമേ ഈ വഴി പോവുള്ളൂ. ഈ കാറൊക്കെ വേറെ വഴിയാണ് തിരിച്ചു വിടുന്നത്. അപ്പോൾ അവിടുത്തെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അവിടെ 2 വീലേഴ്സിന് മാത്രമായിട്ട് ഒരു പ്രത്യേക ഒരു പാലം ഒരു ഇപ്പോൾ ടെമ്പററി ആയിട്ട് പണിത് വെച്ചിട്ടുണ്ട്. അതുവഴി മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ. അപ്പുറത്ത് വലിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ വരുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.